ഭൂപടത്തിൽ ഇറാൻ വെറുമൊരു രാജ്യമല്ലായിരുന്നു. ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള കറുത്ത സ്വർണത്തിന്റെ അഥവാ എണ്ണയുടെ ഖനിയായിരുന്നു അത്. എന്നാൽ സ്വന്തം മണ്ണിലെ എണ്ണയ്ക്ക് ഇറാനികൾക്ക് അവകാശമില്ലാതിരുന്ന കാലം ആ അനീതിക്കെതിരെ വിരൽ ചൂണ്ടിയ ഒരു മനുഷ്യൻ, മുഹമ്മദ് മൊസാദക്ക്. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച CIA നടത്തിയ ആദ്യത്തെ അട്ടിമറിയുടെ കഥയാണിത്. ആരായിരുന്നു മുഹമ്മദ് മൊസാദക്ക്? ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിരുന്നില്ല അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ച വക്കീൽ, പ്രഭു കുടുംബാംഗം, അതിലുപരി തീവ്രമായ ദേശീയ ബോധമുള്ള നേതാവ്. 1951 ഇറാൻ പാർലമെന്റ് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ഇറാന്റെ സമ്പത്ത് ഇറാനികൾക്ക് തന്നെ ലഭിക്കണം. അന്ന് ഇറാന്റെ എണ്ണ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയായിരുന്നു, ഇന്നത്തെ BP. ലാഭത്തിന്റെ സിംഹഭാഗവും ലണ്ടനിലേക്ക് ഒഴുകി. ഇറാനികൾക്ക് ലഭിച്ചിരുന്നത് വെറും 16% മാത്രം. ഇത് കണ്ടു നിൽക്കാൻ മൊസാദക്ക് തയ്യാറായില്ല. 1951 അദ്ദേഹം ആ എണ്ണ കമ്പനിയെ ദേശീയസാൽക്കരിച്ചു. ബ്രിട്ടീഷ് കുത്തക തകർത്തെറിഞ്ഞ ആ ധീരമായ നീക്കം ലോകത്തെ ഞെട്ടിച്ചു. ബ്രിട്ടൻ ഇത് സഹിക്കാനായില്ല. അവർ അമേരിക്കയുടെ സഹായം തേടി. കമ്മ്യൂണിസ്റ്റ് പേടി മുൻനിർത്തി CIA രംഗത്തിറങ്ങി. പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ഏജാക്സ്. നായകൻ കെർമിറ്റ് റൂസ്വെൽറ്റ് ജൂനിയർ പണം വാരിയെറിഞ്ഞ് തെരുവുകളിൽ ലഹളകൾ സൃഷ്ടിച്ചു. പത്രങ്ങളിൽ വ്യാജവാർത്തകൾ നിറച്ചു. മതനേതാക്കളെയും സൈന്യത്തെയും മൊസാദക്കിനെതിരെ തിരിച്ചു. 1953 ഓഗസ്റ്റ് 18 ടെഹ്റാനിലെ തെരുവുകൾ യുദ്ധക്കളമായി. അമേരിക്കൻ പണം വാങ്ങി ഇറങ്ങിയ ഗുണ്ടകളും സൈന്യവും മൊസാദക്കിന്റെ വീട് വളഞ്ഞു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ തോക്കിൻ മുനയിൽ CIA അട്ടിമറിച്ചു. മൊസാദക്ക് തടവിലാക്കപ്പെട്ടു. നാടുകടത്തപ്പെട്ട ഷാ ചക്രവർത്തി വീണ്ടും അധികാരത്തിലെത്തി. ഇറാന്റെ ജനാധിപത്യം അവിടെ ശ്വാസം മുട്ടി മരിച്ചു. മൊസാദക്ക് പരാജയപ്പെട്ടിരിക്കാം, പക്ഷെ അദ്ദേഹം കൊളുത്തിയ തീ കെട്ടടങ്ങിയില്ല. 1979 ഇറാൻ വിപ്ലവത്തിന് വിത്തുകൾ പാകിയത് ഈ ചതിയുടെ ചരിത്രമായിരുന്നു. ഒരു രാജ്യത്തിന്റെ എണ്ണയ്ക്ക് വേണ്ടി ലോകശക്തികൾ ജനാധിപത്യത്തെ എങ്ങനെയൊക്കെ കൊല ചെയ്യുമെന്ന് കാലം ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.